ആദി പരബ്രഹ്മം അനന്തസ്വരൂപമാണ്. ഈ അനന്തരൂപത്തെ തത്വചിന്തകന്മാർ യുക്തിചിന്തയും ബുദ്ധിയും ഉപയോഗിച്ച് സമീപിക്കുന്നു. ഭക്തന്മാരാകട്ടെ ഇതിനെ ഹൃദയത്തിലെ ഭക്തിയാൽ സമീപിക്കുന്നു. സാധാരണ മനുഷ്യന് തന്റെ പരിമിതമായ ബോധമണ്ഡലത്തിൽ മനസ്സും ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും ഉപയോഗിച്ച് നാമരൂപങ്ങളുള്ള ഒരു പ്രതിഭാസത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ അനന്തമായതിനെ കാണുവാനും അറിയുവാനും മനുഷ്യന്റെ ബോധമണ്ഡലത്തിന്റെ പരിധിക്കുള്ളിൽ ലഭിക്കുന്ന സങ്കല്പം പരിമിതമാണ്. അളക്കുവാനുള്ള ഉപാധിയുടെ അപ്പുറത്താണ് അനന്തമെന്ന സങ്കല്പം. നാമരൂപങ്ങൾ കൊടുത്ത ബ്രഹ്മത്തിന്റെ അവസ്ഥയിൽ കൂടി മഹർഷിമാർ ഈ അനന്തമായ പരബ്രഹ്മത്തിന്റെ മഹിമ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ നിന്നാണ് സമൂഹത്തിൽ ഈശ്വരൻ, ക്ഷേത്രം, ബിംബം, പൂജ മുതലായ സങ്കല്പങ്ങൾ ആരംഭിക്കുന്നത്. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാത്സേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ അനുപമവും ഉദാത്തവുമായ ആത്മീയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ദേശമാണ്. ആത്മീയ സംസ്കാരത്തിന്റെ കളിയരങ്ങുകളായി അറിയപ്പെടുന്ന ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഇവിടെ കാണാം. സമൂഹത്തിന്റെ പൊതുനന്മയെ ലക്ഷ്യമാക്കി പൂർവികർ സ്ഥാപിച്ച ഇത്തരം ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം. പൂർവാചാരങ്ങൾ ഒന്നൊന്നായി പിന്നോട്ടു പോകുന്ന ഇക്കാലത്തും പരമ്പരാഗത ആചാരങ്ങളുടെ പുനരാവിഷ്കാരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ക്ഷേത്രത്തിൽ അരങ്ങേറിയ ദേശപാനയുടെ അനുഷ്ഠാന വിശേഷങ്ങളാണ് ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. തൃശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രമാണ് പാതിരിക്കോട്ടുകാവ്. കാവ് എന്നാൽ കാറ്റും മഴയും വെയിലും ഏൽക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. കാവും കുളവും കാഞ്ഞിരവും നിറയുന്ന കേരളത്തിലെ ആദ്യകാല ഹൈന്ദവ ആരാധനാലയത്തിന്റെ പാരമ്പര്യം ഈ ക്ഷേത്രത്തിനും അവകാശപ്പെട്ടതാണ്. കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ദേവതാ സങ്കല്പം അതീത ശക്തിയുള്ള അമ്മ ദൈവങ്ങളിൽ തുടങ്ങുന്നു. പല അവതാര രൂപങ്ങളിൽ അറിയപ്പെടുന്ന അമ്മ ദൈവങ്ങളുടെയെല്ലാം തലമൂത്തയാൾ ഭദ്രകാളിയാണ്. അസുരനായ ദാരികനെ വധിക്കുവാൻ അവതാരം കൊണ്ട ഭദ്രകാളിയുടെ മൂലപ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിന് ഏകദേശം 500 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. പശ്ചിമ ദിക്കിലേക്ക് ദർശനമായിരിക്കുന്ന ശ്രീഭദ്രകാളിയുടെ ശ്രീകോവിലും അനുബന്ധ ശില്പനിർമ്മാണങ്ങളും കേരള പഴമയുടെ നിത്യപ്രതീകങ്ങളാണ്. ഉപദേവതയായി കന്നിമൂലയിൽ ശ്രീ ഗണപതി ഭഗവാനും പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഭദ്രകാളിക്കാവുകളുടെ പാർശ്വവർത്തിയായ നാഗക്കാവും ക്ഷേത്ര സങ്കേതത്തിനു വെളിയിൽ കാണാം. നാഗാരാധന കേരളത്തിന്റെ പ്രാചീന ആചാരങ്ങളുടെ ഭാഗമായി ഇന്നും നിലനിൽക്കുന്നു. പരേതരെ ആരാധിക്കുന്ന കേരളീയ രീതി ഈ ക്ഷേത്ര സങ്കേതത്തിലുമുണ്ട്. ബ്രഹ്മരക്ഷസായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഭൂതകാലത്തിൽ വിലയിച്ചിരിക്കുന്ന ഏതോ ജീവാത്മസങ്കല്പമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിലെ നിത്യനിദാന കർമ്മങ്ങൾ പതിവ് വഴി കൈവിട്ടിട്ടില്ല. ദിവസവും 3 പൂജകൾ മുറ തെറ്റാതെ നടന്നുവരുന്നു. മകരമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് ക്ഷേത്രോത്സവം കൊണ്ടാടുന്നത്. ഒരു കാലത്ത് 18 ദേശക്കാർ പൂരം നടത്തിയിരുന്ന ഇവിടെ ഇന്നത് എണ്ണത്തിൽ 4 കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുന്ന പൂരത്തിന്റെ പൊലിമയ്ക്ക് കുറവുണ്ടായിട്ടില്ല.
ആഘോഷവേളകൾക്കെന്നതുപോലെ അനുഷ്ഠാന വിശേഷങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഭദ്രകാളി പ്രീതികരമായ ദേശപ്പാന അനുഷ്ഠാന കലയുടെ അവിസ്മരണീയമായ ഭക്തിമുഹൂർത്തങ്ങളെ കോർത്തിണക്കിയ അപൂർവ അനുഭവമായി മാറുകയുണ്ടായി. തട്ടകത്ത് ഭഗവതിയെ പ്രീതിപ്പെടുത്തുവാനായി ഭക്തിപുരസരം നടത്തിവരുന്ന അനുഷ്ഠാന കലയാണ് ദേശപ്പാന. ഭദ്രകാളിയുടെ ദാരിക വധമാണ് പാനയുടെ പ്രമേയം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പരിധി നിർണയിച്ച സ്ഥലമായ തട്ടകത്തിലെ ജനങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യവും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അനുഷ്ഠാനമാണിത്. അനുഷ്ഠാനമെന്നത് വിധിക്കപ്പെട്ട കർമ്മങ്ങളെ ആചരിക്കുന്ന ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ ദേശപ്പാനയിൽ വിധികർമ്മങ്ങളുടെ പൂർവ്വനിശ്ചിതമായ ക്രമദീക്ഷയുണ്ട്. പാന ദിവസത്തെ പ്രാഥമികമായ ചടങ്ങ് പാനപ്പന്തലിൽ സ്ഥാപിക്കുവാനുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നതാണ്. വൃക്ഷപൂജ നടത്തി വൃക്ഷത്തിന്റെ അനുവാദത്തോടെ അതിൽ നിന്ന് മുറിച്ചെടുത്ത ലക്ഷണമൊത്ത 3 കവരങ്ങളുള്ള പാലക്കൊമ്പ് ദേശക്കാരും പാനക്കാരും ചേർന്ന് വാദ്യങ്ങളുടെ അകമ്പടിയോടെ പന്തലിലേക്ക് കൊണ്ടുവരുന്നു. ദേവീക്ഷേത്രങ്ങളിലെ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾക്ക് വൃക്ഷശിഖരമായി പാലക്കൊമ്പ് ഉപയോഗിക്കപ്പെടുന്നു. പന്തലിലെത്തുന്ന പാലക്കൊമ്പ് സുമംഗലികൾ താലവൃന്ദത്തോടെ സ്വീകരിക്കണമെന്നാണ് അനുഷ്ഠാനവിധി. തട്ടകത്തിലെ ദേവിയുടെ പ്രതിപുരുഷനായ കോമരത്തെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഇതിനു ശേഷമാണ് നടക്കുന്നത്. നടപ്പാണ്ടി മേളത്തോടെ ക്ഷേത്രം വലം വെച്ച ശേഷം ക്ഷേത്രാതിർത്തി വരെ പോകുന്ന കോമരം താലപ്പൊലികളുടെയും നല്ലപാണ്ടിയുടെയും അകമ്പടിയോടെ പാനപ്പന്തലിലേക്ക് എഴുന്നള്ളുന്നു.